നമ്മൾ ഓൾറെഡി VLSIയുടെ മൊഡ്യൂൾ 4, 5, 6 ക്ലാസ്സസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മൊഡ്യൂൾ 4, 5, 6 പ്രീവിയസ് ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ അതിൻ്റെ ഒന്നും വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. മൊഡ്യൂൾ വൈസ് ഓരോ ടോപ്പിക്കും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അത് ചെക്ക് ചെയ്യാം. പിന്നെ നമ്മൾ തേർഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു. തേർഡ് മൊഡ്യൂളിൽ CMOS ഇൻവെർട്ടർ, CMOS ഇൻവെർട്ടറിന്റെ സ്വിച്ചിങ് ക്യാരക്ടറിസ്റ്റിക്സ്, അതിന്റെ റൈസ് ടൈം ഡെറിവേഷൻ, ഫോൾ ടൈം ഡെറിവേഷൻ, ഇതിന്റെ എല്ലാം ക്ലാസ്സസ് അപ്ലോഡഡ് ആണ്. ഇതിന്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇല്ലെങ്കിൽ എന്റെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. പ്ലേലിസ്റ്റിൽ മൊഡ്യൂൾ വൈസ് ടോപ്പിക്ക് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. സോ നമ്മൾ നെക്സ്റ്റ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CMOS ഇൻവെർട്ടറിന്റെ പവർ ഡിസിപ്പേഷൻ ആണ്. സോ പവർ ഡിസിപ്പേഷൻ എന്ന് പറയുമ്പോൾ അറിയാം, പിയുടെ ഇക്വേഷൻ എന്താണ്? P = V/I ആണ്. വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ആണ് പവർ ഇക്വേഷൻ. സോ നമുക്ക് ഇവിടെ CMOS ഇൻവെർട്ടറിന്റെ പവർ ഡെസിപ്പേഷൻ എങ്ങനെയാണെന്ന് അനലൈസ് ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഇവിടെ? ഇതൊരു CMOS സർക്യൂട്ട് ആണ്. CMOS എന്ന് വെച്ചാൽ എന്താണ്? കോമ്പിനേഷൻ ഓഫ് PMOS ആൻഡ് NMOS ആണ്. PMOS കണക്റ്റഡ് ടു VDD ആണ്, NMOS കണക്റ്റഡ് ടു ഗ്രൗണ്ട് ആണ്. അത് നമുക്കറിയാവുന്നതാണ്. സോ ഈ CMOSന്റെ പവർ ഡെസിപ്പേഷൻ എന്തായിരിക്കും? P = VDD × IDD ആയിരിക്കും. VDD എന്താണ്? ഇവിടുത്തെ പവർ സപ്ലൈ ആണ്. IDD എന്താണ്? ഇവിടുത്തെ VDD ടു ഗ്രൗണ്ട് കറന്റ് ഫ്ലോ ആണെന്ത്? IDD. സോ കറന്റ് IDD മീൻസ് എന്താണ്? ഇസ് ഫ്ലോയിങ് ഫ്രം പവർ സപ്ലൈ ടു ഗ്രൗണ്ട്. ഇറ്റ് ഗീവ്സ് പവർ ഡെസിപ്പേഷൻ. പവർ ഡെസിപ്പേഷൻ എന്താണ്? VDD × IDD ആണ്. സോ ഇവിടുത്തെ VDD കോൺസ്റ്റന്റ് ആണ് അല്ലെ? ഇവിടുത്തെ പവർ സപ്ലൈ കോൺസ്റ്റന്റ് ആണ്. ഇനി ചേഞ്ച് ആവുന്ന എന്താണ്? കറണ്ട് ആണ്. സോ നമുക്ക് അവിടെ പവർ ഡെസിപ്പേഷൻ അനലൈസ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് എന്താണ് ഇതിന്റെ കറണ്ട്, ഏതൊക്കെ ടൈപ്പ് ഇവിടെ കറണ്ട് ഉണ്ടെന്ന് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് പവർ ഡെസിപ്പേഷൻ മനസ്സിലാവും. സോ ഇവിടുത്തെ കറണ്ട് എന്ന് വെച്ചാൽ രണ്ട് ടൈപ്പ് ആണുള്ളത്. ഒന്ന് DC ആൻഡ് ഡൈനാമിക്. അപ്പം അങ്ങനെയാണെങ്കിൽ പവർ ഡെസിപ്പേഷൻ എന്തുണ്ടാവും? DC പവർ ഡെസിപ്പേഷൻ ഉണ്ടാവും, ഡൈനാമിക് പവർ ഡെസിപ്പേഷൻ ഉണ്ടാവും. സോ ടോട്ടൽ പവറിന്റെ ഇക്വേഷൻ എന്താണ്? DC പവർ ഡെസിപ്പേഷൻ പ്ലസ് ഡൈനാമിക് പവർ ഡെസിപ്പേഷൻ ആയിരിക്കും ടോട്ടൽ പവർ ഡെസിപ്പേഷൻ. സോ നമ്മൾ ഇത് ഓരോന്നായിട്ട് പഠിക്കാൻ പോകുന്നതാണ്. എന്താണ് DC പവർ ഡെസിപ്പേഷൻ, അതിന്റെ ഇക്വേഷൻ, ഡൈനാമിക് പവർ ഡെസിപ്പേഷൻ, അതിന്റെ ഇക്വേഷൻ. സോ ഫസ്റ്റ് ഓഫ് ഓൾ CMOS ഇൻവെർട്ടറിന്റെ വോൾട്ടേജ് ട്രാൻസ്ഫർ കർവ് നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ദാറ്റ് മീൻസ് എന്താണ്? Vin Vout റിലേഷൻഷിപ്പ്, അതാണ് വോൾട്ടേജ് ട്രാൻസ്ഫർ കർവ്. നമ്മൾ ഇൻപുട്ട് ലോ ആകുമ്പോൾ X ആക്സിൽ Vin ആണ്, Y ആക്സിൽ Vout ആണ്. സോ Vin ലോ ആവുമ്പോൾ ഔട്ട്പുട്ട് എന്താണ്? ഹൈ ആണ്. അതുപോലെ Vin ഹൈ ആകുമ്പോൾ ഔട്ട്പുട്ട് എന്താവും? ലോ ആവും. സോ ഇവിടെ ഔട്ട്പുട്ട് ഹൈ ആയി നിൽക്കുകയായിരുന്നു. പിന്നെ Vin ഹൈയിലേക്ക് വരുമ്പോൾ എന്താണ്? ഔട്ട്പുട്ട് ഇങ്ങോട്ട് ലോയിലേക്കൊരു ട്രാൻസിഷൻ ഉണ്ടാവും. അപ്പോൾ ഔട്ട്പുട്ട് ഹൈ എന്ന് വെച്ചാൽ മീനിങ് എന്താണ്? ഇൻപുട്ട് ലോ ആണെങ്കിൽ ഏത് MOS ആണ് ഓൺ? PMOS ഓൺ ആണ്, NMOS ഓഫ് ആണ്. ഈ ടൈമിൽ PMOS ഓൺ, NMOS ഓഫ് ആണ്. ഇൻപുട്ട് ഹൈ ആവുമ്പോൾ എന്താണ്? NMOS ഓണും PMOS ഓഫും ആണ്. അതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. വെൻ Vin = 0 ആകുമ്പോൾ NMOS ഓഫ് ആണ്, Vin = 1 ആകുമ്പോൾ PMOS ഓഫ് ആണ്. അപ്പോൾ ആക്ച്വലി നമ്മളിവിടുത്തെ ഈ CMOS സർക്യൂട്ട് നോക്കുകയാണെങ്കിൽ CMOS സർക്യൂട്ടിൽ എന്താണ്? PMOS VDDയിലേക്ക് കണക്റ്റഡ് ആണ്, NMOS ഗ്രൗണ്ടിലേക്ക് കണക്റ്റഡ് ആണ്. നമ്മളിപ്പോൾ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ ഒന്നുകിൽ PMOS ഓൺ അല്ലെങ്കിൽ NMOS ഓൺ, രണ്ടും കൂടെ ഓൺ ആയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇല്ല. ഇത് രണ്ടും ഓൺ ആയാൽ മാത്രമല്ലേ VDDയിൽ നിന്ന് ഗ്രൗണ്ടിലേക്ക് ഒരു ഡയറക്റ്റ് കറണ്ട് ഫ്ലോ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടുത്തെ കേസിൽ എന്താണ്? ആദ്യം PMOS ഓൺ ആണ്, അടുത്തതിൽ NMOS ഓഫ് ആണ്. രണ്ടും ഒരുമിച്ച് ഓൺ ആവുന്നില്ല. സോ അങ്ങനെയാണെങ്കിൽ ഐഡിയൽ കേസിൽ എന്താണ്? VDDയിൽ നിന്ന് ഗ്രൗണ്ടിലേക്കൊരു ഡയറക്റ്റ് കറണ്ട് ഫ്ലോ ഇല്ല. സോ അതാണ് ഈസ് നോ ഡയറക്റ്റ് കറണ്ട് ഫ്ലോ ബിറ്റ്വീൻ VDD ആൻഡ് ഗ്രൗണ്ട് ആണ്. സോ ഐഡിയലി എന്തായിരിക്കും? ഈ IDD എന്നുള്ള വാല്യൂ 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ പവർ ഡെസിപ്പേഷൻ ഇല്ല ഐഡിയലി. ബട്ട് പ്രാക്ടിക്കലി നമ്മൾ ചെക്ക് ചെയ്യാൻ എന്താണ്? പ്രാക്ടിക്കലി നമുക്കറിയാം അവിടെ ലീക്കേജ് കറണ്ട് ഉണ്ടാവും. ഓഫ് ആണെങ്കിലും നമ്മുടെ ട്രാൻസിസ്റ്റർ ഓഫ് ആണെങ്കിലും അവിടെ എന്താണ്? ഒരു ലീക്കേജ് കറണ്ട് ഉണ്ടാവും. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സോ പ്രാക്ടിക്കലി ദർ ഇസ് എ ലീക്കേജ് കറണ്ട്. അതിന് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? ക്വിസൻ കറണ്ട് എന്നൊക്കെ സർക്യൂട്ടിൽ പഠിച്ചിട്ടില്ലേ? അതാണ് ക്വിസൻ കറണ്ട്. IDDQ എന്ന് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ ക്വിസൻ ലീക്കേജ് കറണ്ട് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അവിടുത്തെ പവർ ഡെസിപ്പേഷൻ ഡ്യൂ ടു എന്തായിരിക്കും? ഈ ലീക്കേജ് കറണ്ട് ആയിരിക്കും. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു കേസ് കൺസിഡർ ചെയ്യേണ്ടത്, നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞു, ഇവിടെ എയ്തർ NMOS ഓഫ് ആണ് ഓർ PMOS ഓഫ് ആണ്. ബട്ട് ആക്ച്വലി ഈ ട്രാൻസിഷൻ ടൈമിൽ നിങ്ങൾ മിഡ് പോയിന്റ് വോൾട്ടേജ് എന്നൊക്കെ പഠിച്ചില്ലേ? മിഡ് പോയിന്റ് വോൾട്ടേജ് മീൻസ് എന്താണ്? ഈ ഇൻപുട്ടും ഔട്ട്പുട്ടും ഈക്വൽ ആവുന്ന ഒരു വോൾട്ടേജ്, അതാണ് മിഡ് പോയിന്റ് വോൾട്ടേജ്. ഈ ട്രാൻസിഷനുള്ള സെന്റർ പോയിന്റ് ആണ്, മിഡിൽ വോൾട്ടേജ് ആണ് മിഡ് പോയിന്റ് വോൾട്ടേജ്. അപ്പോൾ ആക്ച്വലി ഈ മിഡ് പോയിന്റ് വോൾട്ടേജിൽ രണ്ട് ട്രാൻസിസ്റ്ററും ഓൺ ആയിരിക്കും. കാരണം ഇവിടെ PMOS ഓൺ ആണ്, ബട്ട് ഇൻപുട്ട് ഹൈയിലേക്ക് വരുമ്പോൾ എന്താണ്? NMOS ഓൺ ആവും. ബട്ട് NMOS ഓൺ ആവുമ്പോഴും അതേ സെയിം വോൾട്ടേജിൽ തന്നെ PMOS ഓഫ് ആവില്ല. ഒരു ചെറിയൊരു വോൾട്ടേജിൽ എന്തായിരിക്കും? രണ്ടും ഓൺ ആയിരിക്കും. ഓക്കെ, അതാണ് മിഡ് പോയിന്റ് വോൾട്ടേജ്. സോ മിഡ് പോയിന്റ് വോൾട്ടേജ് എന്തായിരിക്കും? ഈ ട്രാൻസിഷൻ ടൈമിൽ എന്താണ്? രണ്ട് ട്രാൻസിസ്റ്ററും ഓൺ ആയിരിക്കും. അതാണ് ഈ ഡയഗ്രാം. അപ്പോൾ ആക്ച്വലി എന്താണ്? ഇൻപുട്ട് ലോ ആകുമ്പോൾ, ഇത് ഇൻപുട്ടും കറണ്ടും റിലേഷനാണ്. ഇൻപുട്ട് ലോ ആകുമ്പോൾ എന്താണ്? ഐഡിയലി കറണ്ട് 0 ആണ്, ബട്ട് പ്രാക്ടിക്കലി ഇവിടെ എന്താണ്? ഒരു ക്വിസൻ കറണ്ട് ഉണ്ട്, ഒരു ലീക്കേജ് കറണ്ട് ഉണ്ട്. അതുപോലെ ഇൻപുട്ട് ഹൈ ആകുമ്പോഴും എന്താണ്? ഐഡിയലി 0 ആണ്, ബട്ട് പ്രാക്ടിക്കലി അവിടെ എന്താണ്? ഒരു ക്വിസൻ കറണ്ട് ഫ്ലോ ഉണ്ട്. അതാണ് ഈ ഒരു ലോ കറണ്ട് മെൻഷൻ ചെയ്തത്. ഇനി മിഡ് പോയിന്റ് വോൾട്ടേജിൽ എന്താണ്? രണ്ട് ട്രാൻസിസ്റ്റർ ഓൺ ആയിരിക്കും. ആ ടൈമിൽ കറണ്ട് എന്താണ്? ഒരു പീക്ക് ആവും. അപ്പോൾ ഇതാണ് അവിടുത്തെ ഒരു കറണ്ടിന്റെ നേച്ചർ. ഓക്കെ, ഇത് ക്ലിയർ ആയില്ലേ? അപ്പോൾ വെൻ Vin സ്വിച്ച്ഡ് കറണ്ട് ഫ്ലോ റീച്ചസ് എ പീക്ക് വാല്യൂ
അതിനെയാണ് ഐ പീക്ക് എന്ന് ഡിനോട്ട് ചെയ്തത്. അത് എപ്പോഴാണ് പീക്ക് വാല്യൂ ആവുന്നത്? ഡ്യൂറിങ് മിഡ് പോയിന്റ് വോൾട്ടേജ്. കാരണം അവിടെ എന്താണ്? ബിക്കോസ് ബോത്ത് ട്രാൻസിസ്റ്റേഴ്സ് ആർ ഓൺ ഡ്യൂറിങ് ദാറ്റ് ടൈം. സോ അവിടുത്തെ ഡി സി പവർ ഡെസിപ്പേഷൻ്റെ ഇക്വേഷൻ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഡി സി പവർ ഡെസിപ്പേഷൻ എന്താണ്? വി ഡി ഡി ഇൻറ്റു ഐ ഡി ഡി ക്യൂ ആയിരിക്കും. പി ഈസ് ഈക്വൽ ടു വി ഐ. ഇതാണ് ഡി സി പവർ ഡെസിപ്പേഷൻ. ഇനി നെക്സ്റ്റ് ഡൈനാമിക് പവർ ഡെസിപ്പേഷൻ. ഇപ്പോൾ ഡൈനാമിക് പവർ ഡെസിപ്പേഷൻ നമ്മളൊരു ഇൻപുട്ട് ഒരു സ്ക്വയർ വേവ് ആണ് കൺസിഡർ ചെയ്യുക. ഓക്കെ, സ്ക്വയർ വേവ് മീൻസ് എന്താണ്? ആദ്യം ഒരു ഹാഫ് സൈക്കിളിൽ വോൾട്ടേജ് ലോ ആയിരിക്കും, അടുത്ത ഹാഫ് സൈക്കിളിൽ വോൾട്ടേജ് ഹൈ ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ ഒരു ഫസ്റ്റ് ഹാഫ് സൈക്കിൾ കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് ഹാഫ് സൈക്കിളിൽ ഇൻപുട്ട് വോൾട്ടേജ് എന്താണ്? ലോ ആണ്. ലോ ആണെങ്കിൽ ഇപ്പോൾ ഇൻപുട്ട് നമ്മളൊരു സ്ക്വയർ വേവ് ആണ്. സ്ക്വയർ വേവിൻ്റെ ഫസ്റ്റ് ഹാഫ് സൈക്കിളിൽ അത് ലോ ആണ്. ലോ ആണെങ്കിൽ എന്തായിരിക്കും? NMOS ഓഫ് ആയിരിക്കും, PMOS ഓൺ ആയിരിക്കും. അതാണ് ഞാൻ ഡോട്ടഡ് വരച്ചിരിക്കുന്നത് കൊണ്ടാണ്. NMOS ഓഫ് ആണ്, PMOS ഓൺ ആണ്. അപ്പോഴുള്ള സിറ്റുവേഷൻ എന്താണ്? നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇത് ഓൺ ആണെങ്കിൽ എന്തായിരിക്കും? ഇവിടെ വി ഡി ഡിന്ന് ഇങ്ങോട്ടേക്ക് ഒരു കറണ്ട് ഫ്ലോ ഉണ്ട്, കപ്പാസിറ്റർ എന്താവും? ചാർജ് ആവും. സോ കപ്പാസിറ്റർ ചാർജസ് ടു വി ഡി ഡി. ഇനി നെക്സ്റ്റ് ഹാഫ് സൈക്കിളിൽ എന്താവും? നേരെ തിരിച്ചാവും. നെക്സ്റ്റ് ഹാഫ് സൈക്കിൾ ഇൻപുട്ട് ഹൈ ആവും. ഇൻപുട്ട് ഹൈ ആകുമ്പോൾ എന്താണ്? NMOS ഓൺ ആയിട്ട് PMOS ഓഫ് ആവും. PMOS ഓഫ് ആകുമ്പോൾ എന്തായി? ഈ കപ്പാസിറ്റർ ഗ്രൗണ്ടിലേക്ക് കണക്റ്റഡ് ആണ്. സോ ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് ഒരു കറണ്ട് ഫ്ലോ. കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്. കപ്പാസിറ്റർ എന്താവും? ഡിസ്ചാർജ് ആവും. സോ ഡ്യൂറിങ് സെക്കൻഡ് ഹാഫ് സൈക്കിൾ കപ്പാസിറ്റർ ഡിസ്ചാർജസ് ടു ഗ്രൗണ്ട് ത്രൂ NMOS. സോ ഇനി നമ്മൾ കംപ്ലീറ്റ് സൈക്കിളിനെ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് സൈക്കിളിൽ എന്താണ്? ഫസ്റ്റ് ഹാഫ് സൈക്കിളിൽ എന്തായിരിക്കും? ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു കറണ്ട് ഫ്ലോ, കപ്പാസിറ്റർ ചാർജ് ആയി. അടുത്ത ഹാഫ് സൈക്കിൾ നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും? ആ സെയിം ചാർജ് ആയത് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഇങ്ങോട്ടേക്ക് ഡിസ്ചാർജ് ആവുന്നത്. അപ്പോൾ സെയിം തന്നെയാണ് ഇങ്ങോട്ടേക്ക് ഡിസ്ചാർജ് ആവുന്നത്. സോ സെയിം കറണ്ട് തന്നെയാണ് ഇങ്ങോട്ട് പോകുന്നത് നമുക്ക് അസ്യൂം ചെയ്യാം. സോ ഫസ്റ്റ് കറണ്ട് ഇങ്ങോട്ടേക്ക് പാസ് ചെയ്തു, അടുത്ത ഹാഫ് സൈക്കിൾ കറണ്ട് ഇങ്ങോട്ടേക്ക് പാസ് ചെയ്തു. അങ്ങനെ നമ്മൾ രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് കൺസിഡർ ചെയ്ത് നമുക്ക് എന്താ മനസ്സിലാവുന്നത്? ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു കറണ്ട് ഫ്ലോ ആയില്ലേ? ആദ്യം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്, നെക്സ്റ്റ് സെയിം തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നു. സോ ദിസ് എ കംപ്ലീറ്റ് സൈക്കിൾ എഫക്റ്റീവ്ലി ക്രിയേറ്റ് എ പാത്ത് ഫോർ കറണ്ട് ഫ്രം പവർ സപ്ലൈ ടു ഗ്രൗണ്ട്. ഓക്കെ, അതാണ് നമ്മൾ ഡൈനാമിക് പവർ ഡെസിപ്പേഷനിൽ ആ കറണ്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഡൈനാമിക് കറണ്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഒരു സ്ക്വയർ വേവ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കംപ്ലീറ്റ് സൈക്കിളിൽ ആക്ച്വലി ഒരു കറണ്ട് ഫ്ലോ ഉണ്ട്. അതാണ് ഡൈനാമിക് പവർ ഡെസിപ്പേഷനിൽ കൺസിഡർ ചെയ്യുന്ന കറണ്ട്. സോ അവിടെ നമുക്ക് എന്താണ്? കപ്പാസിറ്റർ എത്ര ചാർജ് ആവുന്നു അതിന് കറസ്പോണ്ടിങ് അല്ലേ? സോ അവിടുത്തെ ആദ്യം നമുക്ക് കപ്പാസിറ്ററിന്റെ ചാർജ് ഇക്വേഷൻ എഴുതണം. Q = CV ഇക്വേഷൻ അറിയില്ലേ? അപ്പോൾ അത് തന്നെ. ഇപ്പോൾ C എന്താണ് ഇവിടെ? ഔട്ട്പുട്ട് കപ്പാസിറ്റർ. V എന്താണ്? VDD. അപ്പോൾ നമുക്ക് Qന്റെ ഇക്വേഷൻ കിട്ടി. ഇനി പവർ ഡെസിപ്പേഷൻ ഇക്വേഷൻ എന്തായിരിക്കും? നമുക്കറിയാം P = V × I ആണ്. ഇവിടുത്തെ ഇനി കറണ്ട് എന്ന് വെച്ചാൽ എന്താ നമ്മൾ കൺസിഡർ ചെയ്തത്? ഫസ്റ്റ് ഹാഫ് സൈക്കിളിൽ കപ്പാസിറ്റർ ചാർജ് ആവുന്നു, അടുത്തതിൽ കപ്പാസിറ്റർ ഡിസ്ചാർജ് ആവുന്നു. അപ്പോൾ കപ്പാസിറ്റർ എത്ര ചാർജ് ആവുന്നു ആ ടൈം പീരീഡിൽ, അതല്ലേ കറണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ എഴുതാം Q/T എന്ന് എഴുതാം. Q എന്ന് വെച്ചാൽ അടുത്ത ചാർജ് ആണ്, T എന്ന് വെച്ചാൽ ആ കംപ്ലീറ്റ് സൈക്കിളിൻ്റെ ടൈം. ഓക്കെ, ഇനി ഇവിടെ Qൻ്റെ ഇക്വേഷൻ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? Cout × VDD² × F എന്ന് കിട്ടും. F എന്ന് വെച്ചാൽ 1/T ആണ് നമ്മൾ F എന്ന് എഴുതിയത്. ഓക്കെ, അങ്ങനെ ഡൈനാമിക് പവർ ഡെസിപ്പേഷൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്തു. സിമ്പിൾ അല്ലേ? അപ്പോൾ നമുക്ക് അങ്ങനെ DC പവർ ഡെസിപ്പേഷൻ കിട്ടി, ഡൈനാമിക് പവർ ഡെസിപ്പേഷൻ കിട്ടി. ഇനി ടോട്ടൽ പവർ ഡെസിപ്പേഷൻ്റെ ഇക്വേഷൻ എന്താണ്? PDC + PDVN ആണ്. PDC എന്താണ്? VDD × IDQ ആണ്. ഡൈനാമിക് പവർ എന്താണ്? Cout × VDD² × F ആണ്. അങ്ങനെ ടോട്ടൽ പവർ ഡെസിപ്പേഷൻ ഇക്വേഷൻ കിട്ടി. ഇപ്പോൾ CMOS പവർ ഡെസിപ്പേഷൻ എന്ന് പറയുമ്പോഴേ നമ്മൾ ഓർക്കുക P = VI ആണ്. നമ്മൾ കറണ്ട് ഏതൊക്കെ ഉണ്ടെന്നാണ് കൺസിഡർ ചെയ്യുന്നത്. കറണ്ട് DC കറണ്ടും ഉണ്ട്, ഡൈനാമിക് കറണ്ടും ഉണ്ട്. DC കറണ്ട് എന്ന് വെച്ചാൽ എന്താണ്? ആക്ച്വലി ഐഡിയലി ഇവിടെ 0 ആണ്, ബട്ട് പ്രാക്ടിക്കലി ഇവിടെ ഒരു ലീക്കേജ് കറണ്ട് ഉണ്ട്. ആ ലീക്കേജ് കറണ്ടാണ് അവിടെ കൺസിഡർ ചെയ്യുന്നത്. പിന്നെ അവിടെ ആ പോയിന്റും കൂടെ എഴുതുക. മിഡ് പോയിന്റ് വോൾട്ടേജിൽ ഒരു 2 ട്രാൻസിസ്റ്റർ ഓൺ ആവുന്ന ഒരു ഷോർട്ട് ടൈം ഉണ്ടാവും. ആ ടൈമിൽ കറണ്ട് ഒന്ന് ഹൈ ആവും. അപ്പോൾ അതാണ് നമ്മൾ DC പവർ ഡെസിപ്പേഷൻ കൺസിഡർ ചെയ്തത്. പക്ഷേ ഡൈനാമിക് പവർ ഡെസിപ്പേഷൻ ഏതാ കൺസിഡർ ചെയ്തത്? നമ്മളൊരു കംപ്ലീറ്റ് സൈക്കിൾ എടുത്തുക, ഇൻപുട്ടിൻ്റെ ഒരു കംപ്ലീറ്റ് സൈക്കിൾ എടുത്തു കഴിഞ്ഞാൽ എന്താണ്? ഒരു എഫക്റ്റീവ് പാത്ത് ഉണ്ട് കറണ്ടിന്. അതാണ് ഡൈനാമിക് പവർ ഡെസിപ്പേഷൻ, അല്ലെങ്കിൽ സ്വിച്ചിങ് പവർ ഡെസിപ്പേഷൻ എന്ന് പറയും കേട്ടോ. എന്നെങ്കിൽ ഡൈനാമിക് പവർ ഡെസിപ്പേഷൻ ഓർ സ്വിച്ചിങ് പവർ ഡെസിപ്പേഷൻ. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? സോ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ റിമൈനിങ് ക്ലാസ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക, പ്ലേലിസ്റ്റ് നോക്കി പഠിക്കുക. നമ്മൾ ഓൾറെഡി എൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യനൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.